ഈ SDPI ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുയർത്തുന്ന ചില ഭീഷണി തടയുന്നതിലും പരിമിതിയില്ലേ എന്നൊരു സംശയം നിൽക്കുന്നുണ്ട്. കാരണം ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരവതാരമായിട്ടിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു നിരോധനമെന്ന് പറയുന്നത് അല്പം അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് പോലെയല്ല SDPIയുടെ നിരോധനം. ഇപ്പം നിരോധനം സംഭവിക്കണമെങ്കിൽ അതൊരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന SDPIക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുണ്ട്. അപ്പോൾ ഇപ്പോൾ നിരോധനത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നത് ഈ MK ഫൈസി എന്ന ദേശീയ അധ്യക്ഷൻ SDPIയുടെ 2009 രൂപീകരിക്കപ്പെട്ട SDPIയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ, 2018 മുതൽ അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് ഉപോത്ബലകമായ കാര്യങ്ങൾ ഒരു 3-4 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് ഈ SDPIക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും വഴിമാറ്റി പോപ്പുലർ ഫ്രണ്ട് കളക്ട് ചെയ്ത ആഗോളതലത്തിൽ ഗൾഫ് നാടുകളിൽ നിന്നും ആഭ്യന്തരമായും എല്ലാം കളക്ട് ചെയ്ത തുക SDPI അക്കൗണ്ടുകളിലേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് SDPIയുടെ നിരോധനം, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം സംഭവിച്ച 2022 മുൻപ് നടന്ന ട്രാൻസാക്ഷന് എങ്ങനെയാണ് ഇപ്പോൾ ഒരു നിയമപരമായ ഒരു തെറ്റാണത് എന്ന് പറയുന്നത്? അന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടന ആയിരുന്നില്ല. ഇതാണ് SDPIയുടെ ഭാഗത്ത് നിന്ന് വന്ന ഡിഫൻസ് എന്ന് പറയുന്നത്. ബെയിൽ ആപ്ലിക്കേഷൻ നീട്ടുക, കസ്റ്റഡി 10 ദിവസം കൂടി നീട്ടണമെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലാണ്. അപ്പം EDയുടെ റിമാൻഡിൽ നിന്നും 5 ദിവസത്തെ റിമാൻഡ് തുടരുക എന്ന നിലയിലാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ നിർണായകമായ ഒരു തീരുമാനം. അപ്പോൾ കസ്റ്റഡിയിൽ തുടരുകയാണ് MK ഫൈസി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം സജീവമായി നിൽക്കുന്നത്. ഈ കസ്റ്റഡി എത്ര കാലം തുടരും? ഇതിനെന്തെങ്കിലും തുമ്പ് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അതുമാത്രമല്ല, നിയമപരമായി SDPI PFI എന്നത് ഒന്ന് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ നിരോധനത്തിന് ശേഷം SDPIയിലേക്ക് വൻതോതിൽ എത്തി എന്ന് പറയുന്നതാണോ ശരി? അതോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ ഒരു ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ, പൊളിറ്റിക്കൽ വിങ് ആണ് SDPI എന്ന് പറയുന്നതാണോ ശരി? ഇത് തമ്മിൽ വേർതിരിച്ച് കാണാനേ ആവില്ല, ഒന്ന് തന്നെയാണ്, അതുതാനല്ലയോ ഇത് എന്നതാണോ പ്രധാനം? ഇതെല്ലാം തന്നെ ചോദ്യങ്ങളാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ്, കൾച്ചറൽ സോഷ്യൽ ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷനാണ്. SDPI മറ്റേത് രാഷ്ട്രീയ കക്ഷിയെ പോലെ തന്നെയും രജിസ്റ്റർ ചെയ്ത കക്ഷിയാണ്. അതുകൊണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഒരു ലഘുലേഖ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കോഴിക്കോട് ഓഫീസിൽ നിന്നും റെയ്ഡ് സമയത്ത് 2022 പിടിച്ചെടുത്ത ഒരു രേഖയിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറയുന്നിടത്താണ് ഇത് രണ്ടും ഒന്നാണ് എന്ന പ്രതീതി. അപ്പോൾ ജിഹാദാണ് ഉദ്ദേശം. ജിഹാദ് എന്ന് പറയുന്നത് ഒരു നിർദോഷമായ വാക്കാണെന്ന് തോന്നാം, ഒരു വിശുദ്ധ പോരാട്ടം, യുദ്ധം. പക്ഷേ അതിനുപയോഗിക്കുന്നത് ഫിസിക്കൽ, മെറ്റീരിയൽ, ഇൻ്റലക്ച്വൽ, ഐഡിയോളജിക്കൽ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുള്ള പോരാട്ടത്തിലൂടെ എന്താണ് ലക്ഷ്യം? ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കുക എന്നതാണോ ലക്ഷ്യം? ആ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഭരണഘടനയുടെ പ്രിൻസിപ്പിൾസിന് അനുകൂലമല്ല. ഇതൊരു മതരാജ്യമല്ല ഭാരതം. ഭാരതം ഹിന്ദു രാജ്യമല്ല, ഇസ്ലാമിക രാജ്യമല്ല, സെക്യുലർ രാജ്യമാണ്. 42ാം ഭേദഗതിയിൽ അടിവരയിട്ട് പറയുകയാണ്. എക്കാലത്തും സെക്യുലർ ക്രെഡൻഷ്യൽസ് ഉണ്ടായിരുന്നതും വ്യക്തമായി 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വ്യക്തമായി പറയുന്നു, ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പോൾ ഒരു മതാധിഷ്ഠിത രാജ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകൾ എന്ന രൂപത്തിൽ പണം വിനിയോഗിക്കപ്പെടുകയും ഇവിടെ വിധ്വംസക പ്രവർത്തനം നടത്താനായി ആ പണം വിനിയോഗിക്കപ്പെടുകയും ചെയ്താൽ അത് രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ടാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് അല്ലേ? അപ്പോൾ ആ ഒരു മണി ലോണ്ടറിങ്, ഈ പണം വലിയ തോതിൽ വരുന്നു എന്നത് സത്യമാണ്. അതിൻ്റെ എൻഡ് യൂസ് എന്ന് പറയുന്നത് ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് ദ കൺട്രി എന്നാണെങ്കിൽ തീർച്ചയായും ആ ഒരു കർബ് ചെയ്യേണ്ടതുണ്ട്. അത് നിരോധനത്തിൻ്റെ രൂപത്തിലും നിയന്ത്രണത്തിൻ്റെ രൂപത്തിലും എല്ലാം ആകാം. പക്ഷേ ഈ ഫൈസിയെ അറസ്റ്റ് ചെയ്തു, അതിനോടൊപ്പം ഇവരുടെ പല ഓഫീസുകളിലും റെയ്ഡും നടത്തി. ഈ അവസരത്തിലൊന്നും കേരളത്തിലെ 2 മുന്നണികളും ഒരു തരത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തിയില്ല. ഒരു കാലത്തെന്നല്ല, ഈ 2 മുന്നണികൾക്കും SDPIയെ കൊണ്ട് ഗുണം മാറി മാറി കിട്ടിയിട്ടുമുണ്ടെന്നുള്ളതാണ്.
SDPIക്ക് ഇവിടെ പിന്തുണയുണ്ട് ചെറിയ രൂപത്തിൽ. ചില മണ്ഡലങ്ങളിൽ, ചില നിയമസഭാ മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിലും ഒക്കെ അവർക്ക് നിർണായകമായ സ്വാധീനവുമുണ്ട്. ഒരുപക്ഷെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാന്നിധ്യമുണ്ട്, വളർച്ചയുമുണ്ട്. അതൊരു സത്യമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു രീതിയിലും LDPIയെയോ അല്ലെങ്കിൽ LDPIയെ പിന്തുണയ്ക്കുന്ന ഒരു ചെറിയ വിഭാഗത്തെയോ പിണക്കാൻ LDFും തയ്യാറല്ല, UDFും തയ്യാറല്ല. ഇപ്പോൾ ഏറ്റവും വൈകി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ P. സരിനെതിരെ മത്സരം വരികയാണ്. BJP സ്ഥാനാർത്ഥി തീർച്ചയായിട്ടുമുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ കാര്യമായ പ്രഭാവം ചെലുത്താൻ കഴിഞ്ഞില്ല. അത് പ്രതീക്ഷിച്ച അത്രയും പ്രഭാവം ചെലുത്താൻ കഴിഞ്ഞില്ല S. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് UDFകാരെക്കാളും കൂടുതൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത് LDPയുടെ പ്രവർത്തകരാണ്. അവരാണ് ആദ്യം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിന് വളരെ മുൻപ് തന്നെ ചാടി ഇറങ്ങി UDF അനുകൂല മുദ്രാവാക്യം വിളിക്കുമ്പോൾ VD സതീശനാകട്ടെ, UDF ലീഡർഷിപ്പിനാകട്ടെ PFIയുടെ അല്ലെങ്കിൽ LDPയുടെ സപ്പോർട്ടിനെ പരസ്യമായി എതിർക്കാമെന്നല്ലാതെ, അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയാമെന്നല്ലാതെ, ഞങ്ങൾക്ക് ബന്ധവുമില്ല എന്ന് പറയാമെന്നല്ലാതെ അതിനെ പൂർണ്ണമായി നിരാകരിക്കാനാവില്ല. ചരിത്രപരമായി LDFിൻ്റെ പല തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെയും പിന്നിൽ ചെറിയൊരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചത് ഈ പറയുന്ന എലമെൻറ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് മാറിയും തിരിഞ്ഞും ഈ സംഘടനകളുമായി, പോപ്പുലർ ഫ്രണ്ടുമായും LDPയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും എല്ലാമുള്ള ബന്ധം രണ്ട് പാർട്ടികളും പുലർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗിനെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തു നിന്ന് വരുന്ന ഏറ്റവും വലിയ ആക്ഷേപം, ആരോപണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വിഭാഗങ്ങളെ മുസ്ലിം ലീഗ്, വളരെ മിതവാദി മുസ്ലിങ്ങളുടെ സംഘടനയായ ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും വളരെ വലിയ സാന്നിധ്യമുള്ള മുസ്ലിം ലീഗ് ഇപ്പോൾ ഇവരെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു എന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ചിന്ത, മുസ്ലിം ലീഗ് ഒരു മുഖ്യധാര രാഷ്ട്രീയ കക്ഷിയാണ്. ഏതർത്ഥത്തിലും, അത് ഏത് കക്ഷിയിൽ നിന്നാലും ഏത് മുന്നണിയിൽ നിന്നാലും മുഖ്യധാര കക്ഷിയാണ്. വർഗീയമായ കാര്യമായ ഒരു ചിന്തയില്ല. പേരിൽ മുസ്ലിം ഉണ്ട് എങ്കിൽ പോലും അതൊരു മുസ്ലിം താല്പര്യ സംരക്ഷണമാണ്. പക്ഷേ തീവ്ര റാഡിക്കൽ വികാരങ്ങളിലേക്ക് പോകരുത് എന്ന് അണികളോട് നിർദ്ദേശിക്കുക. പക്ഷേ അണികളുടെ ഉത്സാഹം, അണികളുടെ ആവേശം മാറിക്കഴിയുമ്പോൾ ഈ എലമെൻറ്റുകൾ നിരോധിക്കപ്പെട്ടാൽ ആ എലമെൻറ്റുകൾക്ക് പരകായ പ്രവേശം നടത്താൻ രാഷ്ട്രീയ കക്ഷി ഉണ്ടാവണമല്ലോ. അപ്പോൾ മുഖ്യധാര കക്ഷികളിലേക്ക് പരകായ പ്രവേശം നടത്തുന്ന റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അതൊരു പക്ഷേ മുസ്ലിം ലീഗിനും ഒരു ബാധ്യതയായി മാറിയേക്കാം. അല്ല, ജമാഅത്തെ ഇസ്ലാമിയെയും ഈ SDPIയെയും വെൽഫെയർ പാർട്ടിയെ ഒക്കെ ലീഗ് ചേർത്ത് നിർത്തുന്നു എന്നാണ് പിണറായി വിജയൻ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ലീഗിനെ ഒന്ന് വിഭജിക്കുക എന്നുള്ളൊരു തന്ത്രം പിണറായി എടുക്കുന്നതാണോ? അങ്ങനെ ഒരു തന്ത്രം നമുക്ക് അങ്ങനെ അതൊരു തന്ത്രം എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി വ്യത്യസ്തമായൊരു തന്ത്രമാണ്. LDFിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾ അണിചേരണം എന്ന LDFിൻ്റെ ഒരു താല്പര്യം, അത് മുസ്ലിം സംഘടനകളിലൂടെയല്ല, റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റുകളിലൂടെയല്ല, മുസ്ലിം ലീഗിലൂടെയല്ല, നേരിട്ട് നിങ്ങൾ ആ ബാന്ധവമെല്ലാം ഉപേക്ഷിച്ചോളൂ, ഞങ്ങൾ നിങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചു കൊള്ളാം. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ നടന്ന ഒരു റാഡിക്കൽ ഷിഫ്റ്റാണ്. ഇപ്പോൾ ഈഴവ സമുദായത്തിൻ്റെ നല്ല പങ്കിൻ്റെ വോട്ട് പരമ്പരാഗതമായി ഇടതുപക്ഷങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നത് ഓപ്പൺ ഒരു സീക്രട്ടാണ്. അല്ല, ഇടതുപക്ഷത്തിന് മാത്രമല്ല UDFനും BJPക്കും ഒക്കെ കിട്ടുന്നു ചെറിയ തോതിൽ. പക്ഷേ ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്ന ഈഴവ വോട്ടിൻ്റെ ഒരു ഭാഗമെങ്കിലും ഇപ്പോൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് ഇടതുപക്ഷങ്ങൾ പരസ്യമായി പാർട്ടി സമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ ആ വിടവ് നികത്താൻ ന്യൂനപക്ഷ സമുദായങ്ങളിലേക്ക് ഇറങ്ങണം. BJP ഉൾപ്പെടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായത്തിലേക്ക് ഇറങ്ങുന്നു. കാസ പോലെയുള്ള സംഘടനകൾ രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു BJP ബാന്ധവം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് ഇറങ്ങുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു ക്രിസ്ത്യൻ സ്വാധീന മേഖലകളായ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും ഒക്കെ ഇടതുപക്ഷത്തിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സമീപകാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് വിസ്മരിക്കുന്നതുമില്ല. എന്നാൽ മലബാറിലെ സ്ഥിതി വ്യത്യസ്തമാണ്. മലബാറിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആഴത്തിൽ വേരോട്ടം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. നേരിട്ടുള്ള വേരോട്ടമാണ്. അടവ് നയത്തിലൂടെ സൃഷ്ടിക്കുന്ന ഒരു സ്വതന്ത്ര വേഷങ്ങളല്ല, മറിച്ച് നേരിട്ട് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള LDFിൻ്റെയും പിണറായി വിജയൻ്റെയും CPMൻ്റെയും ഒരു ശ്രമം. അതിന്
SDP തള്ളിപ്പറയേണ്ടതുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ രാഷ്ട്രീയ കക്ഷിയായ പിന്നെ ജസ്റ്റിസ് പാർട്ടികളെയും ഒക്കെ തള്ളിപ്പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക വോട്ട് ആവശ്യമുണ്ട്, മുസ്ലിം സൗഹൃദം ആവശ്യമുണ്ട്, മുസ്ലിം വോട്ട് ആവശ്യമുണ്ട്, മുസ്ലിം റാഡിക്കലുകൾ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഐഡിയോളജിക്കലി കറക്റ്റാണ്. ഞങ്ങൾ വർഗീയ ശക്തികളുമായി ഹൈന്ദവ വർഗീയത, ഇസ്ലാമിക വർഗീയത എല്ലാം ഞങ്ങൾ എതിർക്കുന്നു എന്ന് പുറമെ മേനി പറയുകയും ചെയ്യാൻ പാർട്ടിക്ക് സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.